കർക്കിടക മാസ പുലരിയിൽ സജീവമായി കോട്ടയത്തെ നാലമ്പലങ്ങൾ. കനത്ത മഴയിലും ഭക്തർ രാമപുരം ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തി. ദക്ഷിണ കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായിരിക്കുകയാണ് കോട്ടയത്തെ നാലമ്പലം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിര. പഞ്ഞമാസമായ കർക്കിടകത്തെ പുണ്യമാസമാക്കുന്ന രാമായണക്കാലം. ചുണ്ടിൽ രാമമന്ത്രങ്ങളുമായി കർക്കിടകമൊന്ന് ഭക്തി നിർഭരം. ഗ്രാമീണത തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ദശരഥപുത്രന്മാരുടെ കോട്ടയത്തെ നാലമ്പലങ്ങൾ: രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനകര ഭരതസ്വാമി ക്ഷേത്രം, മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം. സദാ രാമമന്ത്രങ്ങൾ മുഴങ്ങുന്ന രാമപുരം ഗ്രാമം ഇന്ന് ഭക്തജനങ്ങളാൽ നിറഞ്ഞു. ദക്ഷിണ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് നാലമ്പല ദർശന പുണ്യം തേടി ഭക്തർ രാമപുരത്തേക്കെത്തി. ഭരതനെ ഏൽപ്പിച്ച് ഒരു ദുഃഖഭാവത്തോടുകൂടി ദക്ഷിണ ദിക്കിലേക്ക് ആരോടും പറയാതെ യാത്ര ചെയ്തു. ഒരു യാത്ര പുറപ്പെട്ടു എന്നാണ്. അത് ഒരു സങ്കല്പമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദക്ഷിണ ദിക്കിലേക്ക് വരുമ്പോൾ ഈ മനോഹരമായ ഞങ്ങളുടെ ഈ രാമപുരം പ്രദേശം അന്ന് മുഴുവൻ വനമായിരുന്നു. വനവും പുഴയൊക്കെയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഭൂമിയുടെ ഈ ഭാഗത്തെ പ്രത്യേകതകൾ കണ്ട് അതിൽ ആകൃഷ്ടനായി ഭഗവാൻ ഇവിടെ ധ്യാനനിരതനായിരുന്നു എന്നാണ് ഒരു വെർഷനായിട്ട് കാണുക. ഉച്ചപൂജയ്ക്ക് മുമ്പേ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്താമെന്നത് കോട്ടയത്തെ നാലമ്പലങ്ങളുടെ പ്രത്യേകതയാണ്. തിരികെ രാമപുരം ക്ഷേത്രത്തിലെത്തി വണങ്ങുന്നതോടെയാണ് നാലമ്പല ദർശനം പൂർത്തിയാകുന്നത്. ആദ്യമായിട്ടാ വരുന്നത്. അറിഞ്ഞു എല്ലാവരുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് വരുക. അമ്പലത്തിൽ വന്ന് തൊഴുക. അവിടെ നിങ്ങൾ ഓത്തറക്കാരാണ്, അവിടെ വലിയ വിശേഷമാണ്. നാലമ്പല ദർശനം നടത്താവുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോട്ടയത്തെ നാലമ്പലങ്ങളെ പ്രകീർത്തിച്ചിരുന്നു. ഭക്തജന തിരക്ക് മാനിച്ച് 1 മാസക്കാലം KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഒരു തവണ സമ്പൂർണ്ണ രാമായണം പാരായണം ചെയ്യുന്നതിന് തുല്യമെന്നാണ് വിശ്വാസം. രാമമന്ത്രങ്ങളുടെ കരുത്തിൽ കർക്കിടക മാസം കൂടുതൽ ഭക്തിസാന്ദ്രമാവുകയാണ്. നാലമ്പലങ്ങൾ സജീവമാണ്. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം രാമപുരത്ത് നിന്ന് മിഥുനയ്യപ്പൻ, ജനം.